നവകേരളം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി ചുരത്തിലാണ്. വയനാട് കയറുന്ന എല്ലാവരും ഈ ചുരത്തിലൊക്കെ നിർത്തി ഭംഗി ആസ്വദിക്കാറുണ്ട്. അതേപോലെ മുകളിൽ ചെന്നിട്ട് താഴേക്ക് ചുരം നോക്കുന്നതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വയനാടിൻ്റെ അതിജീവനം സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ കാഴ്ചയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചുരം കയറിപ്പോകുന്ന ഹെയർപിൻ വളവുകളുണ്ട്. ഈ വയനാടുകാരുടെ ഒരു അതിജീവനത്തിൻ്റെ കഥ മനസ്സിലാക്കാൻ ഈ ചുരം കയറിപ്പോകുന്ന വഴികൾ നോക്കിയാൽ മനസ്സിലാവും. വളരെ ബുദ്ധിമുട്ടുള്ള പാതയിലൂടെ അവർ മുകളിലെത്തിയവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം കരിപ്പിടിപ്പിച്ചവരാണ് ഈ വയനാട്ടുകാർ. ഈ വയനാടിൻ്റെ അതിജീവന കഥ പോലെ തന്നെയാണ് ഓരോരോ ക്രൈസിസ് വയനാടുകാർ നേരിട്ട് പോയതും ഈ മലകളുടെ ചുരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയ ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ, ചരിത്രത്തെ അടയാളപ്പെടുത്താൻ ഈ മലകൾക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതം. ഓരോ ഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷേ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ചില കണക്കുകളൊക്കെ ഓർക്കേണ്ടി വരുന്നത് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നൂറുകണക്കിന് സഹോദരങ്ങൾ അന്ന് രാത്രി ഒലിച്ചു പോകുന്നതിൻ്റെ വാർത്ത അറിഞ്ഞിട്ട് ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സഹായിക്കുന്നവരും അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരും അതിനെപ്പറ്റിയിട്ട് ഓർക്കുന്നവരും ഒക്കെ സത്യത്തിൽ ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ കാരണം കൊണ്ട് തന്നെ എനിക്കും ഈ കണക്കുകളൊക്കെ കൃത്യമായിട്ട് പറയാൻ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പാകത്തിന് വളർന്നു കഴിഞ്ഞു. അതിജീവനം സാധ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നൊരവസ്ഥയിലാണ് പോകുന്നത്. റീബിൽഡിങ്ങിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പുനരധിവാസം ടൗൺഷിപ്പുകളായിട്ട് മാറുമ്പോൾ നമ്മുടെ മുമ്പിൽ അത് കാഴ്ചയായിട്ട് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്നൊരു സന്തോഷമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒരുമിച്ച് പൊരുതും എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ഇതിനകത്തൂടെ കൊടുക്കാൻ കഴിയുന്നത്. ഈ പാലത്തിൽ തുടങ്ങിയതാണ് ആദ്യത്തെ അതിജീവനത്തിൻ്റെ ഒരു പാത. ആ കഥയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. വലിയൊരു ആശ്വാസത്തിൻ്റെ, ഇല്ലെങ്കിൽ ആ ഗ്രാമീണ പശ്ചാത്തലത്തെ അതേപോലെ തന്നെ പറിച്ചു നടുന്ന രീതിയിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. മാർച്ച് 27 ഒരു ജനതയുടെ സ്വപ്നത്തിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടത്. അതുമുതലുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം വേഗത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, എത്രത്തോളം വേഗത്തിലാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ടൗൺഷിപ്പ് ഈ രൂപത്തിലായെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിനകത്ത് എത്രത്തോളം കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട് സർക്കാർ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. വീടുകൾക്ക് പൂർണ്ണനാശം സംഭവിച്ച വ്യക്തികൾക്കുള്ള വീടുകളാണ് ആദ്യഘട്ടമായി വിതരണം ചെയ്യുന്നത്. ദുരിതബാധിതർക്ക് സർക്കാർ 2 ഓപ്ഷനുകൾ നൽകിയിരുന്നു.
ഒന്നുകിൽ അവർക്ക് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിൽ ഒരു വീട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുനരധിവാസ തുകയായി 15 ലക്ഷം രൂപ സ്വീകരിക്കാം. മഹാഭൂരിപക്ഷം കുടുംബങ്ങളും സർക്കാരിൻ്റെ ടൗൺഷിപ്പിലുള്ള വീട് തന്നെ സ്വീകരിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഗുണമേന്മയും സ്വീകാര്യതയും വെളിവാക്കുകയാണ്. വീട് കയറി കണ്ടു, വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വീട് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രളയത്തിൽ വന്ന് ഞങ്ങൾ ഇതുവരെ കൈപിടിച്ച് ഇവിടം വരെ എത്തിച്ച അവർക്കും നമ്മളെ സർക്കാരിനും എല്ലാവർക്കും വളരെ അധികം നന്ദി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അന്ന് ആ ചളിയിൽ പൂന്തിപ്പോയി വലിച്ചെടുത്ത് ബ്ലോക്ക് വന്ന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം 1.5 വർഷമായി നമ്മളെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചിലവും പൈസയും വാടകയും എല്ലാം നല്ല ഞങ്ങളെ കൈ കോർത്ത് പിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ സർക്കാർ. ഇപ്പം ഞങ്ങൾക്കൊരു വീടും തരികയാണ്. വളരെ സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. നമുക്ക് വീട് കിട്ടിയതിലും വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ ഒരുക്കുമ്പോൾ നമുക്ക് നമ്മളെ പോയവരെ ഓർമ്മ വരുന്നുണ്ട്. അതൊരു വേദനയും അതിൻ്റെ ഇടയിൽ കൂടി സന്തോഷവും. നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കിട്ടുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ഒരു രാത്രി കൊണ്ട് ഇപ്പം ഞങ്ങൾ കൊണ്ടേരി വാടകയ്ക്ക് താമസിക്കുകയാണ്. ദൈവം സഹായിച്ച് സർക്കാരും ഞങ്ങൾക്ക് ധനസഹായം നൽകിയതിന് സന്തോഷമുണ്ട്. നല്ല വീട് അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങൾ കൊണ്ടും സർക്കാർ കളക്ടറും ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തു. എൻ്റെ പേര് ഷൗക്കത്താണ്. ഈ വീടാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം. നമ്മുടെ സർക്കാരിന് സല്യൂട്ട് ചെയ്യാണ്. വയനാടിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് ഇവിടെ നിർമ്മിച്ചെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് വിവിധ ഏജൻസികളുടെ ഏകോപനം ആവശ്യമാണ്. ഇതിന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ചുമതലയേറ്റിട്ടുള്ളത് അരുൺ JO IAS ആണ്. അദ്ദേഹത്തോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് വിശദമായിട്ട് പറയാം. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? ഓക്കെ, നമ്മൾ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന 410 വീടുകളും ഒരേ ഡിസൈനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ അതേ മിറർ ഇമേജ് ആണ് തൊട്ടടുത്ത ആ വീടുള്ളത്. അപ്പൊ ഇതിന്റെ സിറ്റൗട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരേ സമയം പ്രൈവസി എൻഷുർ ചെയ്യുന്നു, അതേസമയം ഒരു കമ്മ്യൂണിറ്റി ലീവിംഗും കൂടി എൻഷുർ ചെയ്യുന്ന രീതിയിൽ ഒരേ പ്ലാനിലാണ് ഈ 410 വീടുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ പറയാം, ഈ തുടക്കത്തിലുള്ള ഈ ഡോറ് 5 വർഷം ഗ്യാരണ്ടി ഉള്ള ടാറ്റയുടെ സ്റ്റീൽ ഡോറാണ്. സ്റ്റീൽ ഡോറാണ് ടാറ്റയുടെ. അത് തന്നെ. അതേപോലെ നമ്മളിവിടെ വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച സാധനങ്ങളാണ്, നിർമ്മാണ സാധനങ്ങളാവട്ടെ സാമഗ്രികളാവട്ടെ എല്ലാം ഏറ്റവും മികച്ച സാധനങ്ങളാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കടന്നു വരുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് റൂം ഏരിയ ആണ്, അല്ലെങ്കിൽ ലിവിംഗ് ഏരിയ ആണ്. ഇതിൽ തന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഈ വിൻഡോ നോക്കൂ നിങ്ങൾ. ഇത് UPVC വിൻഡോ, 20 വർഷം വാറണ്ടിയുള്ള UPVC വിൻഡോ ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം ഫാൻ നോക്കൂ, BLDC ഫാൻ ആണ്. അത് എനർജി എഫിഷ്യന്റ് ആണ്. നമ്മൾ ഒരു ഗ്രീൻ കൺസെപ്റ്റിലാണ് മൊത്തം വീട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ വീട്ടിലും നമ്മൾ 2 kVA സോളാർ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 240 യൂണിറ്റ് വൈദ്യുതി ഓരോ വീട്ടിലും ഓരോ മാസവും ആവറേജ് ഉണ്ടാക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് അപ്പോൾ ആ 240ന്റെ കൂടുതൽ ഇവരുടെ കൺസംഷൻ വരികയാണെങ്കിൽ മാത്രമേ അവർക്ക് വൈദ്യുതി ബില്ല് വരികയുള്ളൂ. പിന്നെ നമ്മൾ ഇതിന്റെ മെറ്റീരിയൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കജാരിയുടെ ഏറ്റവും നല്ല ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വിശാലമായിട്ടുള്ള റൂമിന്റെ സൈഡിലാണ് നമ്മുടെ ചെറിയൊരു സ്റ്റഡി റൂം ഉണ്ട്. ഈ സ്റ്റഡി റൂം വിഭാവനം ചെയ്തിട്ടുള്ള നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ്.
നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കയറുന്ന എല്ലാവരും തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജി ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറുമ്പോൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നതല്ല, ഇവിടെ വന്നിട്ടുള്ള സന്ദർശകരും കുടുംബാംഗങ്ങളും തന്നെ പറയുന്ന കാര്യമാണ്. എനിക്കും അതേ അഭിപ്രായമാണ്. ഈ കിച്ചണിൻ്റെ ഡോറാണെങ്കിലും ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും ഇത് 5 വർഷം വാറണ്ടി ഉള്ളതാണ്. ഈ ബാത്റൂം ഫിറ്റിങ്സ് സെറയുടെ 10 വർഷം വാറണ്ടിയുള്ള ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം നമുക്ക് ഒരേ സമയം അത്യാധുനികവും എന്നാൽ പ്രകൃതി സൗഹാർദ്ദവുമായിട്ടുള്ള എല്ലാം കൂടി ഒരു ഒത്തൊരുമിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ല വിശാലമായ ഏകദേശം 12-11 അടിയിൽ കൂടുതൽ വിസ്താരമുള്ള നല്ല വിശാലമായിട്ടുള്ള റൂമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. കണ്ടില്ലേ, 2 വിശാലമായ ജനലുകളുണ്ട്, നല്ല ക്രോസ് വെന്റിലേഷൻ ലൈറ്റിംഗ് സൗകര്യമുണ്ട്. അതോടൊപ്പം നമ്മൾ 2 റൂമിൽ ഇതേപോലെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. 2 റൂമിലും ഓരോ ബാത്റൂമും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഫ്രിഡ്ജിനടക്കമുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും ബാത്റൂമുകൾ, കിച്ചൺ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഇവിടെ മുകളിലും ബാത്റൂം. വർക്ക് ഏരിയ ഉണ്ടല്ലേ സാറേ? അതെ, അതും നല്ല വിശാലമായ വർക്ക് ഏരിയയാണ്. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ കൊണ്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതിനുള്ള വെള്ളത്തിന്റെ കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഡ്രൈനേജ് പോകാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വിശാലമായിട്ടുള്ള പാത്രങ്ങൾ കഴുകാനുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട് ആദ്യഘട്ടത്തിൽ കിട്ടിയവരുടെ ഒരു പ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ വിജയൻ ചേട്ടൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ശരിക്കും ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്, എന്താണ് ശരിക്കും മനസ്സിനകത്ത് ഇപ്പോൾ? സർക്കാർ ഇത്രയും നല്ല ഒരു വീടും അതുപോലെ തന്നെ ഇത്രയും ഈ 1.5 വർഷത്തിലധികമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തന്നു. അതായത് മറ്റൊരാളെടുത്ത് പോയിട്ട് എനിക്ക് ഇന്നതില്ല എന്ന് കൈനീട്ടേണ്ട ഒരു ഗതികേട് ഈ സർക്കാർ ഉണ്ടാക്കിയില്ല. അന്ന് അത്രയ്ക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ രീതിയിലും, അത് ചികിത്സയായാലും ശരി, സാമ്പത്തിക സഹായമായാലും ശരി, വീട് ആകുന്നത് വരെ വാടക തന്നിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ, ധൈര്യം തന്നിട്ടും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരുപക്ഷെ ലോകത്ത് വേറെ ഏതെങ്കിലും തെളിവായിട്ട് നമുക്കുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒന്ന്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവും, ആ ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയും ഒരു നല്ല കാഴ്ചപ്പാടും ഇല്ലായിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഈ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയുണ്ട് പൊതുവിൽ ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റൈൽ എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ലിവിങ് സ്റ്റൈല് ഒന്ന് പിന്നെ ഇത് തന്നെയാണ്, നമുക്ക് മെച്ചപ്പെട്ട ഒരു വീടാണ്, അത് തന്നെയാണ് വലുത്. പിന്നെ ഒന്ന് റോഡ്, പിന്നെ ടൗൺ എന്ന് പറയുമ്പോൾ ടൗണിലേക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സ്കൂളുകൾ അടുത്തുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഞങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഭാഗം എന്തായാലും കൽപ്പറ്റ തന്നെയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം കൽപ്പറ്റ എല്ലാ വിധത്തിലും സൗകര്യപ്രദമാണ്, സന്തോഷമാണ്. സോമൻ ചേട്ടനും സുമതി ചേച്ചിയുണ്ട്. വീട് ശരിക്കും കണ്ടില്ലേ? കണ്ടു. എങ്ങനെയുണ്ട്? വീട് നന്നായിട്ടുണ്ട്, വീടിന് യാതൊരു കുഴപ്പമില്ല. 2024 ജൂലൈ മാസം 29-ാം തീയതി അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൽ ജോലിക്ക് പോയിരുന്ന ഞാൻ അന്ന് രാവിലെ പണിക്ക് പോയപ്പോൾ മലയാളിമാർ പറഞ്ഞു ജോലിക്ക് പോകണ്ട, കാരണം മഴയും വെള്ളമൊക്കെ ഒരുപാട് കൂടുതലാണ്, 900 കണ്ടിയൊന്നും തുറന്നിട്ടില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് ലീവാക്കായി. ആ ലീവാക്കാതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടാനുള്ള പ്രധാന കാരണം.
ഞാനന്ന് ജോലിയില്ലാതെ വീട്ടിൽ ചെന്ന് ഭാര്യേൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് നമുക്ക് പണിയില്ല, അതുകൊണ്ട് നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ ഭക്ഷണമാകുമ്പോൾ 2 പ്രാവശ്യം ഞാൻ പുഴയിൽ പോയി നോക്കിയിരുന്നു. പുഴയിൽ പോയി നോക്കിയാൽ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുക, അതേപോലെ തന്നെ കലക്കലും ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടുന്ന് തന്നെ തീരുമാനമെടുത്തു ഇവരെ ഇവിടുന്ന് മാറ്റണം. അപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മരുമോളും, എൻ്റെ പേരക്കുട്ടികൾ, മകൻ്റെ 3 ആൺകുട്ടികളാണ്. അവരെയും കൂടി ഞങ്ങളുടെ വീടിൻ്റെ പണി അവിടെ ഒരു വാടക വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ആ വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റുക ചെയ്തു. വൈകുന്നേരം ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ആ വീട്ടിൽ ഞാൻ രാത്രി ഉച്ചയ്ക്കത്തെ ഇച്ചിരി ഭക്ഷണം ബാക്കിയുണ്ടായി, അതെല്ലാം കഴിച്ചു. താഴെ കടന്നില്ല, വീടിൻ്റെ അകത്ത് കടന്നില്ല. വീടിൻ്റെ അകത്തുനിന്ന് ലാൻഡിങ് സ്റ്റെയർ ഉണ്ട് മേലേക്ക്. ആ സ്റ്റെയറിൽ മേലെ കയറി പോയി ലാൻഡിങ്ങിന് അവിടെ കടന്നു. ആ കടന്ന അടിസ്ഥാനത്തിൽ 2-2:30 ആയപ്പോൾ പുലച്ചയ്ക്ക് ഭയാനകമായ ഒച്ച കെട്ടി ചാടി എണ്ണിച്ച് നോക്കുമ്പോൾ ചുറ്റും കടല വെള്ളമാണ്. എന്ത് സംഭവിച്ചെന്നൊന്നും അറിയാത്ത സ്ഥിതിക്ക് ചാടി എണ്ണിച്ച് ജനലുമേ കൂടെ പുറത്തിയാടി വാർപ്പിന് മുകളിൽ കയറി. വാർപ്പിന് മുകളിൽ വെള്ളത്തി. അവിടുന്ന് ഞാൻ ഒരു മരം വഴി ഊർന്ന് താഴെ വന്ന് ചെളിയിനകത്ത് തന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക്, വെട്ടവുമില്ല വെളിച്ചവുമില്ല ഒന്നുമില്ല, സകലതും നഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് ഈ ജീവൻ രക്ഷിക്കുക എന്നുള്ള ആ ഒരു നിലപാടിൽ കഴിവിൻ്റെ പരമാവധി ധൈര്യം വിടാതെ കൈ മാത്രം ഉയർത്തിപ്പിടിച്ച് വെള്ളത്തിൽ കൂടെ എഴഞ്ഞ് 1 മണിക്കൂർ എഴഞ്ഞ് ചൂരമല ടൗണിലെത്താം. എൻ്റെ മകനും എൻ്റെ ബാക്കിയുള്ള ആളുകളും അച്ഛൻ ഞങ്ങളെ രക്ഷിച്ചു, അച്ഛൻ പോയി എന്നുള്ള ഒരു നിലവിളിയും കാര്യങ്ങളും കേട്ടത്. എനിക്ക് 1 വസ്ത്രം പോലും ഉണ്ടായില്ല, ഒരു പോക്കറ്റ് ഷട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. സകലതും നഷ്ടപ്പെട്ടു. വീടിൻ്റെ അകത്ത് വെള്ളം കയറി സകലതും നഷ്ടപ്പെടുന്നത് നോക്കി നിന്ന ഒരാളാണ്. കാരണം ജീവൻ രക്ഷപ്പെട്ടു. അവിടുന്ന് മുതൽ ഇങ്ങോട്ട് സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് വരെ നടന്നിട്ടുണ്ട്. എനിക്ക് വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിൽ ഞാൻ സന്തുഷ്ടനാണ്, ഞാനും എൻ്റെ കുടുംബവും. കാരണം സർക്കാർ ചെയ്തിട്ടുള്ള ഗുണകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും തന്നെ ഈ ഉരുൾപൊട്ടലിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും സന്തുഷ്ടരാണ്. പിന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഞങ്ങളുടെ ക്യാമ്പിൽ കിടക്കുമ്പോൾ സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഭക്ഷണം, അതേപോലെ വസ്ത്രങ്ങൾ, അതേപോലെ ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായും ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരിക്കും വീടിനകം കണ്ടില്ലേ? അകം കണ്ടപ്പോൾ എന്താണ്? അടുക്കളയെ കണ്ട, അപ്പുറത്തെ അടുക്കളയെ കണ്ടായിരുന്നു. സന്തോഷമായി. സർക്കാരിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമുക്കറിയാം കൽപ്പറ്റ, വയനാട് വളരെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ ഇവർക്ക് ഇനി ഭാവിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേറെ സെപ്പറേറ്റ് കോണി ഉണ്ടായിരിക്കും. അത് അവരുടെ ഭാവിയിൽ ഒരു കുറെ കുടുംബങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലെവലിഹുഡ് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. നമ്മുടെ നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇവർക്കൊരു വീട് കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ, ഭാവിയിൽ അവരുടെ ഇഷ്ടാനുസരണം ഇതിനെ മാറ്റിയെടുക്കാനുള്ള സാധ്യതയും കൂടി നമ്മളിതിലെ കണ്ടിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ടൗൺഷിപ്പ് വരുന്നത്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ടൗണിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാവില്ല. കാരണം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത് ഒരുങ്ങുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുമ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള മരങ്ങളൊക്കെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ കൺസ്ട്രക്ഷൻ വന്നതിന് ശേഷം ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിനകത്ത് വരുന്നത്. ആ വീട് തന്നെ ഭയങ്കര സുരക്ഷിതമായിട്ട്, അതായത് പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച് വന്നവരെയാണ് ഇവിടെ താമസിപ്പിക്കേണ്ടത്. അത് കണക്കൂട്ടി തന്നെ ഒരു എർത്തേക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അതിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ബെൽറ്റിട്ട് ബീമിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സാർ, ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല, പക്ഷെ സ്ട്രക്ചർ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ശരിക്കും ഇങ്ങനെ തന്നെ സ്ട്രക്ചർ ചെയ്യാൻ എന്താ കാരണം? അതെ, ഇവിടെ വന്ന് കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഒരു നില വീടുണ്ടാക്കാൻ ഇത്രയും വലിയൊരു പില്ലറൊക്കെ എന്തിനാണ്?
ഈ പില്ലറെല്ലാം ഒഴിവാക്കി നമ്മൾ സാധാരണ ഒരു വീട് ഉണ്ടാക്കിയാൽ ഇതേ ചെലവിന് വേണമെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു 3 ബെഡ്റൂം അല്ലെങ്കിൽ ഒരു 2 നിലയുള്ള വീട് ഉണ്ടാക്കി കൊടുത്തുകൂടെ എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പില്ലർ എന്നല്ല ഇതിന് പറയാം, ഇത് ഷിയർ വോൾ, കോൺക്രീറ്റ് ഭിത്തിയാണ് സത്യത്തിൽ പറഞ്ഞാൽ. അതായത് ഒരു ചെറിയൊരു ഭൂകമ്പം ഉണ്ടായാലും ഇത് ഒരു കുലുക്കവും പറ്റൂല. ഇതപ്പം ഒരു പക്കാ ഫ്രെയിംഡ് സ്ട്രക്ചറാണ്, അതോടൊപ്പം ഡിസാസ്റ്റർ റെസീലിയൻ്റ് ആയിട്ടുള്ള എർത്ത്ക്വേക്ക് റെസീലിയൻറ്റ് കൺസ്ട്രക്ഷനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താരതമ്യേന ചെലവ് കൂടുന്നതും അതുകൊണ്ട് തന്നെയാണ്. സത്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ദുരന്തത്തിൽപ്പെട്ടവരെ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടരുതെന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഉൾക്കൊണ്ടാണ് ഇവിടെ ഓരോ കൺസ്ട്രക്ഷനും ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ വീട് നിർമ്മിക്കുന്ന പൈസ കൊണ്ട് ചിലപ്പോൾ നമുക്ക് 3 വീട് നിർമ്മിക്കാം, അല്ലെങ്കിൽ 3 നില നിർമ്മിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ ശരിക്കും ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കണം എന്ന് കൃത്യമായ പ്ലാനോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്, അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം, ലോക നിലവാരം എന്ന് പറയുന്ന പറച്ചിൽ വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നേരിൽ കണ്ട് മനസ്സിലാക്കൂ. ഇവർ വീട് കാണാൻ വന്നവരാണ്, കണ്ട് വിലയിരുത്താൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുക എന്താണ് അവരുടെ ഹാപ്പിനെസ് എന്നുള്ളത്. ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പുനരധിവാസം ഇന്ത്യയിൽ മുമ്പെപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അത്ര ഗംഭീരമായിട്ടാണ് ഈ പുനരധിവാസം വീടുകളൊക്കെ വെച്ചുപിടിച്ചത്. എല്ലാവർക്കും റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചേട്ടാ ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയോ? എങ്ങനെയുണ്ട് വീടുകൾ? ഏറ്റവും നന്നായിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ജഗത്തിൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതിന് വലിയൊരു നേട്ടമല്ലേ. അത് ഈ കുടുംബങ്ങൾക്കായാലും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കായാലും ഒക്കെ ഏറ്റവും ഗംഭീരമായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഈ ടൗൺഷിപ്പിനായി 64 ഹെക്ടറിലധികം സ്ഥലമാണ് എൽസൺ എസ്റ്റേറ്റിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ടൗൺഷിപ്പ് പരുവപ്പെട്ടതിന് ശേഷം വരുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവിടെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിജീവനം സാധ്യമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന, ലോകത്തെ മുഴുവനും കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിട്ടാണ് കൽപ്പറ്റയിൽ ഈ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. ഇത് കാണുമ്പോൾ ഉള്ള സന്തോഷം, നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറന്നു പോകുന്ന തരത്തിൽ ഉള്ളൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ നിറയുന്നത്. ഈ 178 കുടുംബങ്ങളെയാണ് ഇപ്പോൾ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. 410 പേർക്കും ഇല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും അതിജീവനം സാധ്യമാക്കിയതിന് ശേഷമേ ഈ സർക്കാർ ഈ ചുരമിറങ്ങൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വയനാടിൻ്റെ ചുരമിറങ്ങുന്നത്.